ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് തിരുവനന്തപുരം ജില്ലയുടെ LD പരീക്ഷയിൽ ചോദിച്ച കെമിസ്ട്രി ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും അതിന്റെ കണക്റ്റഡ് ഫാക്ട്സുമാണ്. അപ്പോൾ വീഡിയോ കഴിവതും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടെ തരിക. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. രാജദ്രാവകം അഥവാ അക്വാ റീജി എന്നാൽ? രാജകീയ ദ്രാവകം അഥവാ അക്വാ റീജി എന്തെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താണ്? നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും 1:3 എന്ന അനുപാതത്തിൽ ചേർത്ത് നിർമ്മിച്ചിരിക്കുന്നതാണ് എന്ത്? രാജദ്രാവകം അഥവാ അക്വാ റീജിയ. എന്താണ്? നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും 1:3 എന്ന അനുപാതത്തിൽ ചേർത്ത് നിർമ്മിച്ചിരിക്കുന്നതാണ് അക്വാ റീജിയ. നോക്കാം. രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്നത് അക്വാ റീജിയാണ്. അക്വാ റീജിയ കണ്ടുപിടിച്ച ആരാണ്? ജാബിർ ഇബിൻ ഹയാൻ ആണ്. ആരാണ്? ജാബിർ ഇബിൻ ഹയാൻ ആണ് അക്വാ റീജിയ കണ്ടുപിടിച്ചത്. പേര് മറക്കണ്ട, ജാബിർ ഇബിൻ ഹയാൻ. സ്വർണം, പ്ലാറ്റിനം, പലേഡിയം മുതലായ ഉത്കൃഷ്ട ലോഹങ്ങളുടെ ലായകമാണ് അക്വാ റീജിയ അഥവാ ഹൈഡ്രോക്ലോറിക് ആസിഡ്. സ്വർണം, പ്ലാറ്റിനം, പലേഡിയം മുതലായ ഉത്കൃഷ്ട ലോഹങ്ങളുടെ ലായകമാണ് എന്ത്? അക്വാ റീജിയ അഥവാ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത്. അതായത് കുലീന ലോഹങ്ങൾ ലയിക്കുന്ന ലായനിയാണ് അക്വാ റീജിയ. പക്ഷെ വെള്ളി ഇതിൽ ലയിക്കില്ല. സ്വർണം, പ്ലാറ്റിനം, പലേഡിയം മുതലായ ലോഹങ്ങളുടെ ലായകമാണ്, പക്ഷെ വെള്ളി ഇതിൽ ലയിക്കില്ല. അക്വാ റീജിയയുടെ മോളിക്കുലർ ഫോർമുല എന്താണ്? അക്വാ റീജിയയുടെ മോളിക്കുലർ ഫോർമുലയാണ് Cl3H4NO3. Cl3H4NO3 നൈട്രോ ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെ? Cl3H4NO3. ഗാഢ നൈട്രിക് ആസിഡും ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡും അഥവാ നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും 1:3 എന്ന അനുപാതത്തിൽ ചേർത്താണ് അക്വാ റീജിയ നിർമ്മിച്ചിരിക്കുന്നത്. നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും HNO3യും പിന്നെന്താ HClഉം HNO3 പിന്നെ HCl അല്ലേ? HNO3 എത്രയാണ്? നൈട്രിക് ആസിഡ് 1 അതുപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് 3. 1:3 എന്ന അനുപാതത്തിലാണ് അക്വാ റീജിയ നിർമ്മിച്ചിരിക്കുന്നത്. അക്വാ റീജിയയുടെ തന്മാത്രാ ഭാരം എന്ന് പറയുന്നത് 172.39 ഗ്രാം പെർ മോൾ ആണ്. 172.39 ഗ്രാം പെർ മോൾ ആണ് തന്മാത്രാ ഭാരം. ഇതിന്റെ ദ്രവണാങ്കം 42 ഡിഗ്രി സെൽഷ്യസ് ആണ്. എത്രയാണ്? 42 ഡിഗ്രി സെൽഷ്യസ് ആണ് ദ്രവണാങ്കം. തിളനില 108 ഡിഗ്രി സെൽഷ്യസ് ആണ്. തിളനില എത്രയാണ്? 108 ഡിഗ്രി സെൽഷ്യസ്. അക്വാ റീജിയ ലായനിയുടെ നിറം എന്ന് പറയുന്നത് ചുവപ്പ് കലർന്ന മഞ്ഞയാണ്. അക്വാ റീജിയ ലായനിയുടെ നിറം എത്രയാണ്? നിറം എന്താണ്? ചുവപ്പ് കലർന്ന മഞ്ഞ. തിളനില 108 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ അക്വാ റീജിയ ശേഖരിക്കുന്നത് ഗ്ലാസ് കണ്ടെയ്നറുകളിലാണ്. അക്വാ റീജിയ ശേഖരിക്കുന്നത് എന്തിലാണ്? ഗ്ലാസ് കണ്ടെയ്നറുകളിലാണ്. അത് മാത്രമല്ല, ഇതൊരിക്കലും അടച്ചു സൂക്ഷിക്കാറില്ല. കാരണം എന്താ? ഇത് കണ്ടെയ്നറുകളിൽ വലിയ മർദ്ദം ചെലുത്തുകയും അതുമൂലം സ്ഫോടനത്തിന് കാരണമാകുകയും ചെയ്യും. ഈ ദ്രാവകം അക്വാ റീജിയ, ഈ ലായനി എന്ത് ചെയ്യും? കണ്ടെയ്നറുകളിൽ വലിയ മർദ്ദം ചെലുത്തുകയും അത് സ്ഫോടനത്തിന് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് ഇത് അടച്ചു സൂക്ഷിക്കാറില്ല. അതുപോലെ ഇത് നമ്മുടെ ശരീരത്തിലൊക്കെ വീണാല് വളരെ അപകടകരമാണ്. ത്വക്ക്, കണ്ണ് എന്നിവയിൽ പൊള്ളലുണ്ടാവുകയും ഇതിൽ നിന്നുള്ള വിഷപ്പുക ശ്വസിക്കുന്നത് ശ്വാസകോശത്തെ അപകടത്തിലാക്കുകയും ചെയ്യും. അതുപോലെ ഈ ലായനിയിലേക്ക് എന്തെങ്കിലും ജൈവ വസ്തുക്കൾ പതിച്ചാലും അത് ശക്തമായ പൊട്ടിത്തെറിക്ക് കാരണമാകും. ഇതിലേക്ക് ജൈവ വസ്തുക്കൾ എന്തെങ്കിലും പതിച്ചാലും എന്തു പറ്റും? ശക്തമായ പൊട്ടിത്തെറി ഉണ്ടാകും. അതുപോലെ ഇതിൽ നിന്നുണ്ടാകുന്ന വിഷപ്പുക ശ്വസിക്കുന്നത് ശ്വാസകോശത്തെ അപകടത്തിലാക്കുകയും ചെയ്യും. അക്വാ റീജിയ ഉപയോഗിക്കുന്നതിന് മുമ്പ് അത് പുതുതായിട്ട് നിർമ്മിക്കുകയും ഉപയോഗത്തിന് ശേഷം ബാക്കി വരുന്ന എന്ത് ചെയ്യണം? നിർവീര്യമാക്കുകയും വേണം.
അക്വ റീജിയൻ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് അത് പുതുതായിട്ട് നിർമ്മിച്ച് വേണം എടുക്കാനായിട്ട്. ഉപയോഗത്തിന് ശേഷം കൂടുതലുള്ളത് എന്ത് ചെയ്യണം? നിർവീര്യമാക്കുകയും വേണം, സൂക്ഷിച്ചു വെക്കാനായിട്ട് പാടില്ല. അക്വ റീജിയൻ എന്ന് പറയുന്നത് കാലക്രമേണ ഓക്സിഡൈസ് ചെയ്ത് വിഷാംശമുള്ള നൈട്രോസിൽ ക്ലോറൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, ക്ലോറിൻ തുടങ്ങിയ വാതകങ്ങൾ രൂപപ്പെടും. അത് ശ്വസിക്കുന്നത് അപകടകരമാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ സൂക്ഷിച്ചു വെക്കാറില്ല. കൂടുതലായിട്ടുണ്ടാക്കുന്ന അളവ് എന്ത് ചെയ്യും? നിർവീര്യമാക്കി കളയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് സൂക്ഷിക്കുന്നത് എന്തിലാണ്? ഗ്ലാസ് കണ്ടെയ്നറിലാണ്. അടച്ചു സൂക്ഷിക്കാറില്ല. അതുപോലെ ഇതിലേക്ക് ജൈവവസ്തുക്കൾ വീണാൽ എന്ത് പറ്റും? ശക്തമായ സ്ഫോടനം ഉണ്ടാകും. പിന്നെയോ ഇത് നമ്മൾ പുതുതായിട്ട് നിർമ്മിച്ച് വേണം ഉപയോഗിക്കാനായിട്ട്. ഉപയോഗത്തിന് ശേഷം കൂടുതലുള്ള അളവ് നിർവീര്യമാക്കി കളയുകയും വേണം. ഇത് കൂടുതൽ കാലം ഇരുന്നാല് ഇത് ഓക്സിഡൈസ് ചെയ്ത് ഇതിൽ വിഷാംശമുള്ള നൈട്രോസിൽ ക്ലോറൈഡും, നൈട്രജൻ ഡയോക്സൈഡും, ക്ലോറിൻ തുടങ്ങിയ വാതകങ്ങളൊക്കെ രൂപപ്പെടും. അത് നമുക്ക് അപകടകരമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ സീറോ കാർബൺ ആയ നഗരം ഏത്? ഇന്ത്യയിൽ സീറോ കാർബൺ ആയ നഗരം ഏതെന്നാണ് ചോദ്യം. ഇത് കെമിസ്ട്രിയുടെ ഭാഗത്തു നിന്ന് വന്ന കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. ഉത്തരം സാഞ്ചിയാണ്. ഏതാണ്? സാഞ്ചി. ഇന്ത്യയില് സീറോ കാർബൺ ആയ നഗരമാണ് സാഞ്ചി. കുറച്ച് ഇതുപോലുള്ള കുറച്ച് 4-5 ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. നിർമ്മാണത്തിന്റെ തുടക്കത്തിൽ തന്നെ ഗ്രീൻ ബിൽഡിംഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് കെവാഡിയ റെയിൽവേ സ്റ്റേഷൻ. ഗുജറാത്തിലെ കെവാഡിയ റെയിൽവേ സ്റ്റേഷൻ. എന്താണ്? നിർമ്മാണ തുടക്കത്തിൽ തന്നെ ഗ്രീൻ ബിൽഡിംഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷനാണ് ഏത്? കെവാഡിയ റെയിൽവേ സ്റ്റേഷൻ. ഗ്രീൻ ബിൽഡിംഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച ആദ്യ റെയിൽവേ സ്റ്റേഷൻ. എങ്ങനെ? നിർമ്മാണത്തിന്റെ തുടക്കത്തിൽ തന്നെ. അതാണ് കെവാഡിയ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. കെവാഡിയ റെയിൽവേ സ്റ്റേഷൻ ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രേറ്റർ നോയിഡയിൽ നടന്ന 16ാമത് ഓട്ടോ എക്സ്പോയിൽ അവതരിപ്പിച്ച രാജ്യത്തെ ആദ്യ സോളാർ കാർ. ഗ്രേറ്റർ നോയിഡയിൽ നടന്ന 16ാമത് ഓട്ടോ എക്സ്പോയിൽ അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാറാണ് ഏത്? ഇവ. ഏതാണ്? ഇവ. ഗ്രേറ്റർ നോയിഡയിൽ നടന്ന 16ാമത് ഓട്ടോ എക്സ്പോയിൽ അവതരിപ്പിച്ച രാജ്യത്തെ ആദ്യ സോളാർ കാറാണ് ഇവ. പൂർണ്ണമായും എഥനോളിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ കാർ പുറത്തിറക്കിയ രാജ്യമാണ് ഇന്ത്യ. ഈ കാർ നിർമ്മിച്ചത് ടൊയോട്ട കമ്പനിയാണ്. പൂർണ്ണമായും എഥനോളിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ കാർ പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഈ കാർ നിർമ്മിച്ചത് ടൊയോട്ട കമ്പനിയാണ്. അടുത്ത് നോക്കാം. രാജ്യത്ത് ആദ്യമായിട്ട് ഉരുക്ക് കൊണ്ടുള്ള റോഡ് നിർമ്മിച്ചത് എവിടെയാണ്? സൂററ്റിലാണ്. ഗുജറാത്തിലെ സൂററ്റിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉരുക്ക് കൊണ്ടുള്ള റോഡ് നിർമ്മിച്ചത്. വിവിധ പ്ലാന്റുകളിൽ ബാക്കിയാകുന്ന സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് ഹസിറ വ്യവസായ മേഖലയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ റോഡ് നിർമ്മിച്ചത്. വിവിധ പ്ലാന്റുകളിൽ ബാക്കിയാകുന്ന സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഹസിറ വ്യവസായ മേഖലയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ഉരുക്ക് കൊണ്ടുള്ള റോഡ് നിർമ്മിച്ചത്. അത് നിർമ്മിച്ചത് ആദ്യം സൂററ്റിലാണ്. ഗുജറാത്തിലെ സൂററ്റില്. അടുത്ത് നോക്കാം. ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ഹൈഡ്രജൻ ബസ് പുറത്തിറക്കിയത്. എവിടെയാണ്? പൂനെയിലാണ്. ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യ ഹൈഡ്രജൻ ബസ് പുറത്തിറക്കിയത് എവിടെയാണ്? പൂനെ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായനി ഏത്? ഏതെന്നാണ് ചോദ്യം. ഇതില് സോഡിയം അമാൽഗമാണ് യഥാർത്ഥ ലായനി. തന്നിരിക്കുന്നതിൽ ഏതാണ്? സോഡിയം അമാൽഗമാണ് യഥാർത്ഥ ലായനി. ഈ യഥാർത്ഥ ലായനിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നോക്കാം. യഥാർത്ഥ ലായനിയുടെ കണികാ വലുപ്പം എന്ന് പറയുന്നത് 1 നാനോമീറ്ററിലും കുറവാണ്. യഥാർത്ഥ ലായനിയുടെ കണികാ വലുപ്പം എങ്ങനെയായിരിക്കും? 1 നാനോമീറ്ററിലും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഇതിന്റെ കണികകൾ അടിയുമോ? ഇല്ല. ഇതിന്റെ കണികകൾ അടിയില്ല. അതുപോലെ ഇതിലെ കണികകളെ നമുക്ക്
അരിച്ചെടുക്കാനും സാധിക്കില്ല. യഥാർത്ഥ ലായനിയുടെ കണിക വലിപ്പം 1 നാനോമീറ്ററിലും കുറവാണ്. വളരെ ചെറുതായത് കൊണ്ട് തന്നെ ഇത് അടിയുകയില്ല. അതോടൊപ്പം ഇത് നമുക്ക് അരിച്ചെടുക്കാനും സാധിക്കുകയില്ല. ഈ കണികളുടെ വലിപ്പം വളരെ കുറവായത് കൊണ്ട് തന്നെ ഇതിലേക്ക് പ്രകാശം കടത്തിവിട്ടാല് ഈ പ്രകാശത്തെ കണികകള് വിസരിപ്പിക്കുവോ? ഇല്ല, പ്രകാശത്തിന്റെ വിസരണം നടക്കില്ല. അതുകൊണ്ട് പ്രകാശത്തിന്റെ പാത കഴിയാനും സാധിക്കില്ല. നമ്മൾ ഇതിലേക്കൊരു ടോർച്ച് ലൈറ്റ്, ഈ ലൈനിലേക്ക് ഒരു ടോർച്ച് ലൈറ്റ് അടിക്കുകയാണെങ്കിൽ ഇതിന്റെ പാത നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. കാരണം എന്താ? കണികൾക്ക് വലിപ്പം കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രകാശത്തിന്റെ വിസരണം ഇതിൽ നടക്കില്ല. അതുകൊണ്ട് നമുക്ക് പ്രകാശത്തിന്റെ പാത കാണാനും കഴിയില്ല. യഥാർത്ഥ ലായനിക്ക് ഉദാഹരണങ്ങളാണ് എന്തൊക്കെ? ഉപ്പ് ലായനി, പഞ്ചസാര ലായനിയൊക്കെ. ഉപ്പ് ലായനിയും പഞ്ചസാര ലായനി എന്ന് പറയുന്നത് എന്താണ്? യഥാർത്ഥ ലായനിക്ക് ഉദാഹരണമാണ്. ഇപ്പൊ പഞ്ചസാര ലായനി എടുക്കുകയാണെങ്കിൽ നമുക്കത് അരിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. അത് നമ്മൾ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അതിൽ പഞ്ചസാരയുടെ കണികൾ അടിയുവോ താഴെ? ഇല്ല. അതേപോലെ അതിലേക്ക് ഒരു ടോർച്ച് ലൈറ്റ് അടിക്കുകയാണെങ്കിൽ അതിൽ പ്രകാശത്തിന്റെ പാത കാണാനും നമുക്ക് സാധിക്കില്ല. അങ്ങനെയുള്ളതാണ് യഥാർത്ഥ ലായനി എന്ന് പറയുന്നത്. ഇനി എന്താണ് കൊളോയിഡ്? കൊളോയിഡിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിന്റെ കണികാ വലിപ്പം എന്ന് പറയുന്നത് 1 നാനോമീറ്ററിനും 100 നാനോമീറ്ററിനും ഇടയിലായിരിക്കും. കൊളോയിഡുകളില് കണികളുടെ വലിപ്പം എങ്ങനെയാണ്? 1 നാനോമീറ്ററിനും 100 നാനോമീറ്ററിനും ഇടയിലായിരിക്കും. ഇതിനും കണികൾക്ക് അടിയാനുള്ള കഴിവില്ല. ഈ കൊളോയിഡിലെ കണികകളും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ എന്ത് ചെയ്യില്ല? അടിയില്ല. അതുപോലെ അവയെ അരിച്ചെടുക്കാനും നമുക്ക് സാധിക്കില്ല. ഇവിടെ പ്രകാശത്തിന്റെ വിസരണം നടക്കുന്നുണ്ട്. പ്രകാശത്തെ എന്ത് ചെയ്യുന്നു? വിസരിപ്പിക്കുന്നുണ്ട്. ഇതിലെ കണികകള് യഥാർത്ഥ ലായനിയിലേക്കാൾ അല്പം വലുതായത് കൊണ്ട് തന്നെ പ്രകാശത്തിന്റെ വിസരണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രകാശത്തിന്റെ പാത കാണാനും സാധിക്കും. കൊളോയിഡ് ആണെങ്കിൽ ഇതിലേക്ക് നമ്മളൊരു ടോർച്ച് ലൈറ്റ് അടിച്ചാൽ എന്ത് പറ്റും? ആ പ്രകാശത്തിന്റെ പാത നമുക്ക് കാണാനായിട്ട് സാധിക്കും. രക്തം, എണ്ണ, പെയിന്റ്, പാൽ, മഷി ഇതൊക്കെ എന്താണ്? കൊളോയിഡുകൾക്ക് എക്സാമ്പിൾ ആണ്. രക്തം, എണ്ണ, പെയിന്റ്, പാല്, മഷി ഇതൊക്കെ എന്താണ്? കൊളോയിഡുകൾക്ക് എക്സാമ്പിൾ ആണ്. അടുത്ത സസ്പെൻഷൻ എന്താണെന്ന് നോക്കാം. സസ്പെൻഷന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ കണികാ വലുപ്പം എന്ന് പറയുന്നത് 100 നാനോമീറ്ററിലും കൂടുതലായിരിക്കും. സസ്പെൻഷനുകളിൽ കണികളുടെ വലിപ്പം 100 നാനോമീറ്ററിലും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവയ്ക്ക് എന്തിനുള്ള കഴിവുണ്ട്? അടിയാനുള്ള കഴിവുണ്ട്. കണികൾക്ക് വലിപ്പം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുറച്ചു നേരം വെച്ചിരുന്നാൽ എന്ത് ചെയ്യും? ഇതിലെ കണികൾ അതിന്റെ താഴെയായിട്ട് അടിയും. അതോടൊപ്പം എന്താണ്? അരിച്ചെടുക്കാനും സാധിക്കും. ഇതിലെ കണികൾ എന്താണ്? നമുക്ക് അരിച്ചെടുക്കാനായിട്ട് സാധിക്കും. കണികൾക്ക് വലിപ്പമുള്ളത് കൊണ്ട് തന്നെ പ്രകാശ വിസരണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രകാശത്തിന്റെ പാത കഴിയാനും സാധിക്കുന്നു, പാത കാണാനും സാധിക്കുന്നു. ചെളിവെള്ളം, ചോക്കുപൊടിയും വെള്ളവുമായിട്ടുള്ള മിശ്രിതം ഇതൊക്കെ എന്താണ്? സസ്പെൻഷന് എക്സാമ്പിൾ ആണ്. ചെളിവെള്ളം, ചോക്കുപൊടിയും വെള്ളവുമായിട്ടുള്ള മിശ്രിതമൊക്കെ സസ്പെൻഷന് എക്സാമ്പിൾ ആണ്. ഇതില് ചെളിവെള്ളം ആണെങ്കിൽ ഇപ്പൊ നമ്മൾ കുറച്ചു നേരം വെച്ചിരുന്നാൽ എന്ത് പറ്റും? അതിന്റെ കണികൾ താഴെ അടിയും അല്ലെ? അതുപോലെ നമുക്കതൊരു അതിലെ കണികൾ എന്ത് ചെയ്യാം? അരിച്ചെടുക്കാനായിട്ട് സാധിക്കും. ചെളിവെള്ളം നമ്മൾ അരിക്കുമ്പോൾ അതിലെ കണികൾ നമുക്ക് അരിച്ചു മാറ്റാനായിട്ട് സാധിക്കും. അതുപോലെ ചെളിവെള്ളത്തിലേക്ക് നമ്മളൊരു ടോർച്ച് ലൈറ്റ് അടിക്കുകയാണെങ്കിൽ ഇതിന്റെ പാത, പ്രകാശത്തിന്റെ പാത കാണാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതാണ് യഥാർത്ഥ ലായനി, കൊളോയിഡ്, സസ്പെൻഷൻ എന്നിവകളുടെ പ്രത്യേകതകൾ. ഓക്കെ അല്ലേ? ഇത് തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സ്കൂൾ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നതാണ്. നോക്കാം. ലായനികളിൽ ലീനകണികകളുടെ വലിപ്പം വളരെ കുറവായതിനാലാണ് കണികകൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്. ഇവയിലെ കണികകൾ അതിസൂക്ഷ്മങ്ങളായതിനാൽ അവയ്ക്ക് പ്രകാശത്തെ വിസരിപ്പിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പ്രകാശപാത കാണാൻ കഴിയുന്നില്ല. യഥാർത്ഥ ലായനിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥ ലായനിയിൽ ലീനകണികളുടെ വലിപ്പം എന്താണ്? വളരെ കുറവാണ്. അതുകൊണ്ട് കണികകൾ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. അതുപോലെ ഇവയിലെ കണികകൾ അതിസൂക്ഷ്മങ്ങളായതിനാൽ അവയ്ക്ക് പ്രകാശത്തെ വിസരിപ്പിക്കാനും കഴിയില്ല. അതുകൊണ്ട് എന്ത് പറ്റും? പ്രകാശപാത കാണാനായിട്ട് കഴിയില്ല. കൊളോയിഡുകളിലാണെങ്കിലോ അത് അല്പം കൂടി വലിയ ലീനകണികളാണുള്ളത്. അതിനാൽ ഈ കണികൾ പ്രകാശത്തെ വിസരിപ്പിക്കുകയും പ്രകാശപാത ദൃശ്യമാവുകയും ചെയ്യുന്നു. അതാണ് കൊളോയിഡ്.
ഇനി സസ്പെൻഷന്റെ കാര്യമാണെങ്കിലോ, സസ്പെൻഷനുകളിലാവട്ടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നത്രയും വലിപ്പമുള്ളവയാണ് സസ്പെൻഷൻ കണികൾ. എത്രയാണ്? 100 നാനോമീറ്ററിനും മുകളിലാണ് ഇവയുടെ വലിപ്പം. അവയിൽ പതിക്കുന്ന പ്രകാശം ഒട്ടൊക്കെ പ്രതിപതിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഗുരുത്വാകർഷണം കാരണം ഇവയിലെ കണികൾ എന്താണ്? ക്രമേണ അടിയുകയും ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് സസ്പെൻഷൻ, കൊളോയിഡ്, യഥാർത്ഥ ലായനിയെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഉപയോഗിക്കുന്ന പല ജ്യൂസുകളും ഒക്കെ കൊളോയിഡ് രൂപത്തിലുള്ള പാനീയങ്ങളാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ചില കൃത്രിമ പാനീയങ്ങളൊക്കെ എന്താണ്? കൊളോയിഡ് രൂപത്തിലുള്ളതാണ്. ഇത് വളരെ കാലം സൂക്ഷിച്ചു വെച്ചാൽ എന്ത് സംഭവിക്കാറില്ല? കണികൾ അടിയാറില്ല. അതിന് കാരണം എന്താ? ഇവയിൽ കണികകൾ അടിയാതിരിക്കാനായിട്ട് പല രാസവസ്തുക്കളും ചേർക്കാറുണ്ട്. ഇങ്ങനെ ചേർക്കുന്ന വസ്തുക്കളെയാണ് സ്റ്റെബിലൈസറുകൾ എന്ന് പറയുന്നത്. അങ്ങനെ ഈ കൃത്രിമ പാനീയങ്ങളിലൊക്കെ ചേർക്കുന്ന രാസവസ്തുക്കളാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റെബിലൈസറുകൾ എന്ന് പറയുന്നത്. നോക്കാം. കണികകൾ അടിയുന്നത് തടയാനായി കൃത്രിമ പാനീയങ്ങളിൽ ചേർത്തിരിക്കുന്ന രാസവസ്തുക്കളാണ് എന്ത്? സ്റ്റെബിലൈസറുകൾ. അങ്ങനെയുള്ള കുറച്ച് സ്റ്റെബിലൈസറുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? ബ്രോമിനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ. ഏതാണ്? ബ്രോമിനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ. അതെന്താണ്? ഒരു സ്റ്റെബിലൈസർ ആണ്. അതുപോലെ സുക്രോസ് അസറ്റേറ്റ് ഐസോബ്യൂട്ടറേറ്റ്. സുക്രോസ് അസറ്റേറ്റ് ഐസോബ്യൂട്ടറേറ്റ് അതും ഒരു സ്റ്റെബിലൈസർ ആണ്. മറ്റൊരു സ്റ്റെബിലൈസർ ആണ് ഗ്ലിസറൈൽ എസ്റ്റർ ഓഫ് റോസിൻ എന്ന് പറയുന്നത്. ഗ്ലിസറൈൽ എസ്റ്റർ ഓഫ് റോസിൻ. അപ്പൊ ഇതൊക്കെ എന്താണ്? എന്തിന് ഉദാഹരണമാണ്? സ്റ്റെബിലൈസറുകൾക്ക് ഉദാഹരണമാണ്. കണികകൾ അടിയുന്നത് തടയാനായിട്ട് കൃത്രിമ പാനീയങ്ങളിൽ ചേർത്തിരിക്കുന്ന സ്റ്റെബിലൈസറുകളായ രാസവസ്തുക്കളാണ് ഏതൊക്കെ? ബ്രോമിനേറ്റഡ് വെജിറ്റബിൾ ഓയില്, സുക്രോസ് അസറ്റേറ്റ് ഐസോബ്യൂട്ടറേറ്റ്, ഗ്ലിസറൈൽ എസ്റ്റർ ഓഫ് റോസിൻ. ഇത് മൂന്നും എന്താണ്? സ്റ്റെബിലൈസറുകളാണ് അല്ലെ? സ്റ്റെബിലൈസറായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന രാസവസ്തുക്കളാണ്. ഓക്കെ, ഇനി ഭക്ഷണ പദാർത്ഥങ്ങളിലൊക്കെ പലതരം ഉപയോഗങ്ങൾക്കായിട്ട് രാസവസ്തുക്കൾ നമ്മൾ ചേർക്കാറുണ്ട്. അങ്ങനെയുള്ള കുറച്ച് രാസവസ്തുക്കളും അതിന്റെ ഉപയോഗമാണ് നമ്മൾ നോക്കുന്നത്. നോക്കിയേ, ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാനായിട്ട് ചേർക്കുന്ന രാസവസ്തുവാണ് എന്ത്? ടാർട്രസിൻ. എന്താണ്? ടാർട്രസിൻ. ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ചേർക്കുന്ന രാസവസ്തുവാണ് ടാർട്രസിൻ. അതേപോലെ ചുവപ്പ് നിറം നൽകാൻ ചേർക്കുന്ന രാസവസ്തുവാണ് എന്ത്? എറിത്രോസിൻ. ചുവപ്പ് നിറം നൽകാനായിട്ട് എറിത്രോസിൻ. എറിത്രോസൈറ്റ് ചുവന്ന രക്താണുവല്ലേ? എറിത്രോസൈറ്റ്. അപ്പൊ ചുവപ്പല്ലേ? അപ്പൊ എറിത്രോസിൻ ചുവപ്പ് നിറം നൽകാനായിട്ട്. അതുപോലെ ഭക്ഷണപദാർത്ഥങ്ങൾക്ക് രുചി കൂട്ടാൻ ചേർക്കുന്ന രാസവസ്തുവാണ് വാനിലിൻ. രുചി കൂട്ടാൻ ചേർക്കുന്ന എന്താണ്? വാനിലിൻ. പുളിരുചി കിട്ടാനായിട്ട് ചേർക്കുന്നതാണ് ഫോസ്ഫോറിക് ആസിഡ്. പുളിരുചി കിട്ടാനായിട്ട് കൃത്രിമ പാനീയങ്ങളിൽ ചേർക്കുന്നതാണ് എന്ത്? ഫോസ്ഫോറിക് ആസിഡ്. അതുപോലെ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് പൈനാപ്പിളിന്റെ സുഗന്ധം ലഭിക്കാനായിട്ട് ചേർക്കുന്നതാണ് അലൈൽ ഹെക്സയനോയിറ്റ്. എന്താണ്? അലൈൽ ഹെക്സയനോയിറ്റ് പൈനാപ്പിളിന്റെ സുഗന്ധം ലഭിക്കാനായിട്ട് ചേർക്കുന്ന രാസവസ്തുവാണ്. അപ്പൊ ഒന്നുകൂടെ പറയാം. മഞ്ഞ നിറം ലഭിക്കാൻ ചേർക്കുന്ന രാസവസ്തുവാണ് ടാർട്രോസിൻ. ചുവപ്പ് നിറം ലഭിക്കാനായിട്ട് എറിത്രോസിൻ. രുചി കൂട്ടാനായിട്ട് വാനിലിൻ. കൃത്രിമ പാനീയങ്ങളിൽ പുളിരുചി കിട്ടാനായിട്ട് ഫോസ്ഫോറിക് ആസിഡ്. ഭക്ഷണ പദാർത്ഥങ്ങളിൽ പൈനാപ്പിളിന്റെ സുഗന്ധം ലഭിക്കാനായിട്ട് അലൈൽ ഹെക്സനോയേറ്റ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത് എന്നറിയപ്പെടുന്നത് ചോദ്യം. ഏതാണ്? സിങ്ക് സൾഫൈഡ് ആണ്. സിങ്ക് ബ്ലെൻഡ് ഏതാണ്? സിങ്ക് സൾഫൈഡ് ആണ്. ഇവിടെ നോക്കിയ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നതാണ്. സിങ്കിന്റെ അയിരുകളാണ് ഏതൊക്കെ? നോക്കിയേ, സിങ്ക് ബ്ലെൻഡും കലാമിനും. സിങ്കിന്റെ അയിരുകളാണ് ഏതൊക്കെ? സിങ്ക് ബ്ലെൻഡും കലാമിനും. അതിന്റെ സൂത്രവാക്യം തന്നിട്ടുണ്ട്, രാസസൂത്രം തന്നിട്ടുണ്ട്. സിങ്ക് ബ്ലെൻഡ് ആണ് സിങ്ക് സൾഫൈഡ്. നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അതല്ലേ? താഴെ പറയുന്നവയിൽ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത് അത് ZnS ആണ്. ZnS ആണ്. സിങ്ക് സൾഫൈഡ് ആണ്. അതുപോലെ കലാമിനാണ് സിങ്ക് കാർബണേറ്റ്. സിങ്കിന്റെ
അയിരാണ് സിങ്ക് ബ്ലെൻഡും സിങ്ക് കലാമിനും. സിങ്ക് ബ്ലെൻഡിന്റെ രാസസൂത്രം ZnS, അതായത് സിങ്ക് സൾഫൈഡ്. അതുപോലെ കലാമിനാണെങ്കിൽ സിങ്ക് കാർബണേറ്റ് ZnCO3. ഇവിടെ കുറച്ച് ലോഹങ്ങളും അയിരുകളും വേറെയും കൊടുത്തിട്ടുണ്ട്, നോക്കാം. അലൂമിനിയത്തിന്റെ അയിരാണ് ഏത്? ബോക്സൈറ്റ്. രാസസൂത്രം എന്താണ്? Al2O3 2H2O. Al2O3 2H2O, അതാണ് ബോക്സൈറ്റ്. അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. Al2O3 2H2 ആണ്. അലൂമിനിയത്തിന്റെ ഹൈഡ്രേറ്റഡ് ഓർ ആണ് ഇത് Al2O3 2H2O. അടുത്ത അയൺ ഉണ്ട്. അയണിന്റെ അയിരുകളാണ് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഏതൊക്കെയാണ്? ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഇവിടെ നോക്കിയേ, ഹേമറ്റൈറ്റിന്റെ രാസസൂത്രം Fe2O3. Fe2O3 ഹേമറ്റൈറ്റ് ആണ്. അതുപോലെ Fe3O4 ആണ് മാഗ്നറ്റൈറ്റ്. Fe3O4 ആണ് മാഗ്നറ്റൈറ്റ്. അടുത്ത കോപ്പറിന്റെ അയിരാണ് കോപ്പർ പൈറൈറ്റ്സും കുപ്രൈറ്റും. കോപ്പറിന്റെ അയിരാണ് ഏതൊക്കെ? കോപ്പർ പൈറൈറ്റ്സും കുപ്രൈറ്റും. കോപ്പർ പൈറൈറ്റ്സ് രാസസൂത്രം CuFeS2. CuFeS2 അഥവാ കോപ്പർ അയൺ സൾഫൈഡ്. കോപ്പർ അയൺ സൾഫൈഡ്, അതാണ് കോപ്പർ പൈറൈറ്റ്സ്. കോപ്പറിന്റെ അയിരാണ് കോപ്പർ പൈറൈറ്റ്സ്. അതിന്റെ രാസസൂത്രം CuFeS2, കോപ്പർ അയൺ സൾഫൈഡ്. അതുപോലെ കോപ്പറിന്റെ മറ്റൊരു അയിരാണ് ഏത്? കുപ്രൈറ്റ്. കുപ്രൈറ്റിന്റെ രാസസൂത്രം Cu2O ആണ്. കോപ്പർ ഓക്സൈഡ് അഥവാ കുപ്രസ് ഓക്സൈഡ് എന്ന് പറയും. Cu2O, കുപ്രൈറ്റ് Cu2O ആണ്. ഓക്കെ, ഈ ബോക്സിൽ നിന്നാണ് നമുക്ക് ചോദ്യം വന്നേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതിനു മുമ്പ് നമുക്ക് അയിര് എന്താണെന്നൊന്ന് നോക്കാം. എന്താണ് അയിര്? നമ്മളിപ്പോ അയിരുകളാണ് പറഞ്ഞത് അല്ലെ? നോക്കിയേ, ലോഹങ്ങളും അവയുടെ അയിരുകളുമാണ് തന്നിരിക്കുന്നത്. എന്താണ് ഈ അയിര് എന്ന് പറയുന്നത്? ഭൂവൽക്കത്തിൽ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ അവയുടെ സംയുക്താവസ്ഥയിലും ക്രിയാശീലം വളരെ കുറഞ്ഞവ എന്താണ്? സ്വതന്ത്രാവസ്ഥയിലുമാണ് കാണപ്പെടുന്നത്. ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങൾക്ക് ഉദാഹരണമാണ് ഏതൊക്കെ? സ്വർണം, പ്ലാറ്റിനം ഒക്കെ. അത് സ്വതന്ത്രാവസ്ഥയിലും ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ സംയുക്താവസ്ഥയിലുമാണ് കാണപ്പെടുന്നത്. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളെ ധാതുക്കൾ എന്നാണ് വിളിക്കുന്നത്. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളെ പൊതുവെ എന്തെന്നാണ് വിളിക്കുന്നത്? ധാതുക്കൾ എന്നാണ് വിളിക്കുന്നത്. ഒരേ ലോഹമടങ്ങിയ അനേകം ധാതുക്കൾ ഉണ്ടാകാം. ഒരേ ലോഹമടങ്ങിയ അനേകം ധാതുക്കൾ ഉണ്ടാകാം. അതായത് അലൂമിനിയത്തിന്റെ ധാതുക്കളാണ് ഏതൊക്കെ? ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, കളിമണ്ണ് എന്നിവ. അലൂമിനിയത്തിന്റെ ധാതുക്കളാണ് ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, കളിമണ്ണ്. പക്ഷെ ഈ എല്ലാ ധാതുക്കളും ഈ അയിരുന്ന ലോഹത്തിന്റെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കാറില്ല. എന്താണ് പറഞ്ഞത്? അലൂമിനിയത്തിന്റെ ധാതുക്കളാണ് ഏതൊക്കെ? ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, കളിമണ്ണ്. എന്നാൽ ഈ ക്രയോലൈറ്റും ബോക്സൈറ്റും കളിമണ്ണും ഈ മൂന്നും എന്തിനുപയോഗിക്കാറില്ല? അലൂമിനിയത്തിന്റെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കാറില്ല. കാരണം എന്താ? ഇതിന്റെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കണമെങ്കിൽ ഈ ധാതുക്കൾക്ക് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ് ആ പ്രത്യേകതകൾ? നമ്മള് ഈ ലോഹ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ധാതു സുലഭമായിരിക്കണം. എന്താണ്? നമ്മൾ ഉപയോഗിക്കുന്ന ധാതു എന്തായിരിക്കണം? സുലഭമായിട്ട് ലഭിക്കണം. അതുപോലെ എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും അതിൽ നിന്ന് ലോഹം വേർതിരിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കണം. ഈ ധാതുവിൽ നിന്ന് എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കണം. അതുപോലെ ആ ധാതുവിൽ നമ്മൾ ഏത് ലോഹമാണ് വേർതിരിച്ചിരിക്കുന്നത്? അതിന്റെ അംശം കൂടുതലായിരിക്കണം. ഓക്കെ, നമ്മൾ വേർതിരിച്ചെടുക്കുന്ന ലോഹത്തിന്റെ അംശം അതിൽ എന്തായിരിക്കണം? കൂടുതലായിട്ട് ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഈ പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ ധാതുവിൽ നിന്ന് നമുക്ക് ലോഹത്തെ വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കാറുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെയാണ് ആ ലോഹത്തിന്റെ അയിരെന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അയിര്? ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെയാണ് ആ ലോഹത്തിന്റെ അയിരെന്ന് പറയുന്നത്. മനസ്സിലായോ അല്ലേ? എല്ലാ ധാതുക്കളിൽ നിന്ന് നമുക്ക് ലോഹത്തെ വേർതിരിച്ചെടുക്കാനായിട്ട് കഴിയില്ല. കാരണം അതെന്താണ്? അതിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം.
ആ ധാതു സുലഭമായിട്ട് ലഭിക്കുന്നതായിരിക്കണം. അതുപോലെ അതിൽ നിന്ന് എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നതായിരിക്കണം. അതുപോലെ അതിൽ ലോഹത്തിന്റെ അംശം കൂടുതലുള്ളതായിരിക്കണം. അപ്പൊ ഇങ്ങനെ ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിൽ ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നെങ്കിൽ മാത്രമേ അതിനെ ആ ലോഹത്തിന്റെ അയിര് എന്ന് വിളിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ അലൂമിനിയത്തിന്റെ ധാതുക്കളിൽ ഈ എല്ലാ പ്രത്യേകതകളും ഉള്ള ആർക്കാണ്? ബോക്സൈറ്റിനാണ്. അതുകൊണ്ട് അലൂമിനിയത്തിന്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ് ആണ്. അലൂമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ് ആണ്. എല്ലാ അയിരുകളും എന്താണ്? ധാതുക്കളാണ്. നമ്മൾ പറഞ്ഞല്ലേ, അലൂമിനിയത്തിന് ക്രയോലൈറ്റ്, കളിമണ്ണ്, ബോക്സൈറ്റ് ഇങ്ങനെ ധാതുക്കളുണ്ട്. ഇതില് ബോക്സൈറ്റ് ആണ് അലൂമിനിയത്തിന്റെ അയിര് എന്ന് പറഞ്ഞു. ഈ അയിര് എന്താണ്? ധാതുവാണ്. അപ്പൊ എല്ലാ അയിരുകളും ധാതുക്കളാണ്. പക്ഷെ എല്ലാ ധാതുക്കളും അയിരുകളാണോ? അല്ല. എല്ലാ ധാതുക്കളും അയിരുകളല്ല. എല്ലാ അയിരുകളും ധാതുക്കളാണ്. ഇങ്ങനെ ഒരയിരിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിക്കുന്നത് വരെയുള്ള ചില പ്രക്രിയകളുണ്ട്. ഈ പ്രക്രിയകളെല്ലാം കൂടെ ചേർത്തിട്ടാണ് ലോഹ നിഷ്കർഷണം എന്ന് പറയുന്നത്. ഒരയിരിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയകളും ചേർന്നാണ് എന്ത്? ലോഹ നിഷ്കർഷണം അഥവാ മെറ്റലർജി എന്ന് പറയുന്നത്. ഈ ലോഹത്തെ ഇങ്ങനെ ശുദ്ധലോഹം വേർതിരിക്കുന്നതിനായിട്ട്, അങ്ങനെ ലോഹ നിഷ്കർഷണത്തിന് 3 മാർഗങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഏതൊക്കെയാണ്? ഒന്നാമത്തേതാണ് അയിരുകളുടെ സാന്ദ്രണം. രണ്ടാമത്തെയാണ് സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ. മൂന്നാമത്തെയാണ് ലോഹ ശുദ്ധീകരണം. ഒരയിരിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയകളും ചേർന്നതാണ് ലോഹ നിഷ്കർഷണം അഥവാ മെറ്റലർജി. ഇങ്ങനെ ലോഹ നിഷ്കർഷണത്തിന് എത്ര മാർഗങ്ങളുണ്ട്? പ്രധാനമായിട്ടും 3 മാർഗങ്ങളാണുള്ളത്. ഒന്നാമത്തെ മാർഗമാണ് അയിരുകളുടെ സാന്ദ്രണം. 2 സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ. 3 ലോഹ ശുദ്ധീകരണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നതിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടെന്നാണ് ചോദ്യം. ക്വാണ്ടം ഡോട്ട്സ് ആണ് ഉത്തരം. എന്താണ്? ക്വാണ്ടം ഡോട്ട്സ്. നോബൽ പ്രൈസ് ഒന്ന് നോക്കിയാലോ. 2023 നോബൽ പ്രൈസ് ലഭിച്ചവരാണ് ആരൊക്കെയാണ്? മൗണ്ടി ജി ബവണ്ടി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഐ ഇക്യുമോവ്. 2023 നോബൽ പ്രൈസ്, കെമിസ്ട്രിയിൽ നോബൽ പ്രൈസ് ലഭിച്ച ആർക്കൊക്കെയാണ്? മൗഞ്ചി ജി ബവണ്ടി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഐ ഇക്യുമോവ് എന്നിവർക്കാണ്. നോക്കിയേ, നാനോ കണങ്ങളിലെ ഇത്തിരി കുഞ്ഞന്മാരായ ക്വാണ്ടം ഡോട്ടുകൾ വികസിപ്പിച്ചതിനാണ് ഇവർക്ക് എന്ത് ലഭിച്ചത്? രസതന്ത്രത്തില് നോബൽ പ്രൈസ് ലഭിച്ചത്. എന്തിനാണ്? നാനോ കണങ്ങളിലെ ഇത്തിരി കുഞ്ഞന്മാരായ ക്വാണ്ടം ഡോട്ടുകൾ വികസിപ്പിച്ചതിനാണ് ഈ 3 പേർക്കും രസതന്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത്. ഒന്നുകൂടെ പറയാം 3 പേരെ: മൗങ്കി ജി ബവണ്ടി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഐ ഇക്യുമോവ്. മൗങ്കി ജി ബവണ്ടി എന്ന് പറയുന്നത് US. ഈ 3 പേരും US-ൽ നിന്നുള്ളവരാണ്. മൗങ്കി ജി ബവണ്ടി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഐ ഇക്യുമോവ്. 3 പേര് എവിടെ നിന്നുള്ളതാണ്? US-ൽ നിന്നുള്ളവരാണ്. അടുത്തത് ഫിസിക്സിലെ നോബൽ പ്രൈസ് നോക്കാം. ഫിസിക്സിൽ നോബൽ പ്രൈസ് ലഭിച്ച 3 പേരാണ് ആരൊക്കെ? പിയറി അഗോസ്റ്റിനി, ഫെറൻ ക്രൗസ്, ആൻ എൽ ഹുലിയർ. ആരൊക്കെയാണ്? പിയറി അഗോസ്റ്റിനി, ഫെറൻ ക്രൗസ്, ആൻ എൽ ഹുലിയർ. 3 പേർക്കുമാണ് ഫിസിക്സില് നോബൽ പ്രൈസ് ലഭിച്ചത് 2023. ദ്രവ്യത്തിലെ ഇലക്ട്രോൺ ഡൈനാമിക്സിന്റെ പഠനത്തിനായിട്ട് പ്രകാശത്തിന്റെ അറ്റോ സെക്കൻഡ് പൾസുകൾ സൃഷ്ടിക്കുന്ന പരീക്ഷണങ്ങൾക്കാണ് പുരസ്കാരം ലഭിച്ചത്. എന്തിനാണ്? പ്രകാശത്തിന്റെ അറ്റോ സെക്കൻഡ് പൾസുകൾ സൃഷ്ടിക്കുന്ന പരീക്ഷണങ്ങൾക്ക്. അതിനാണ് ഫിസിക്സിൽ ഇവർക്ക് നോബൽ പ്രൈസ് ലഭിച്ചത്. പിയറി അഗോസ്റ്റിനി US-കാരനാണ്, ഫെറൻ ക്രൗസ് ജർമ്മനി, അതുപോലെ ആനൻ ഹുലിയർ സ്വീഡനാണ്. ഓക്കെ, ആനൻ ഹുലിയർ സ്വീഡനാണ്, ഫെറൻ ക്രൗസ് ജർമ്മനി, പിയറി അഗോസ്റ്റിനി US. അടുത്ത നമുക്ക് വൈദ്യശാസ്ത്രത്തിന് നോബൽ പ്രൈസ് നോക്കാം.
2023 വൈദ്യശാസ്ത്രത്തിൽ നോബൽ പ്രൈസ് ലഭിച്ചവരാണ് കാറ്റ്ലിൻ കാരിക്കോയും ഡ്രൂ വെയ്സ്മാനും. ആർക്കൊക്കെയാണ്? കാറ്റ്ലിൻ കാരിക്കോ, ഹംഗറിക്കാരിയാണ് കാറ്റ്ലിൻ കാരിക്കോ. അതുപോലെ ഡ്രൂ വെയ്സ്മാൻ US-കാരനാണ്. ഇവർക്ക് രണ്ടുപേർക്കുമാണ് വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത്. എന്തിനാണ്? COVID-19 ഫലപ്രദമായ mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ സഹായിച്ച കണ്ടെത്തലുകൾക്കാണ് വൈദ്യശാസ്ത്രത്തിൽ നോബൽ പുരസ്കാരം ഇവർക്ക് രണ്ടുപേർക്കും ലഭിച്ചത്. COVID-19 വാക്സിനെതിരെ ഫലപ്രദമായിട്ടുള്ള mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ സഹായിച്ച കണ്ടെത്തലുകൾക്ക്. ഓക്കെ. 2023 സാമ്പത്തിക ശാസ്ത്രത്തില് നോബൽ പ്രൈസ് ലഭിച്ച ആർക്കാണ്? 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ പ്രൈസ് ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിൻ ആണ്. ആർക്കാണ്? ക്ലോഡിയ ഗോൾഡിൻ. US-കാരിയാണ് ക്ലോഡിയ ഗോൾഡിൻ. അതുപോലെ 2023 സമാധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്, സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ഇറാൻകാരിയായ നർഗീസ് മുഹമ്മദിക്കാണ്. ഇറാൻകാരിയായിട്ടുള്ള നർഗീസ് മുഹമ്മദിക്കാണ് എന്ത് ലഭിച്ചത്? സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് 2023 ലഭിച്ചത്. 2023 സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് ജോൺ ഫോസിനാണ്. നോർവേക്കാരനായ ജോൺ ഫോസിനാണ് സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത്. ഓക്കെ. അപ്പൊ നമ്മള് രസതന്ത്രത്തിലെ നോബൽ പറഞ്ഞു, ഫിസിക്സ് പറഞ്ഞു, വൈദ്യശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, സമാധാനം, സാഹിത്യം, ഇത്രയും നോബൽ പ്രൈസുകളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു കെമിസ്ട്രിയുടെ ഭാഗത്തു നിന്നും തിരുവനന്തപുരം ജില്ലയിലെ LD പരീക്ഷയിൽ ചോദിച്ചത്. അതും അതിന്റെ കണക്റ്റഡ് ഫാക്ട്സും ആണ് നമ്മൾ നോക്കിയത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.